വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകർക്കായി ഇപ്പോൾ ജനം ടി വി പുറത്തുവിടുന്നത്. നിരവധി അഴിമതി കേസുകളിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന് ചട്ടങ്ങൾ ലംഘിച്ച ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി തുടർ നിയമനം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എക്സിക്യൂട്ടീവ് ഓഫീസറായി OG ബിജുവിനെ തുടരാൻ അനുമതി നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. ദേവസ്വം വിജിലൻസിൽ നിന്നും ക്ലിയറൻസ് വാങ്ങാതെയാണ് ബോർഡിന്റെ അസാധാരണ നടപടി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തലസ്ഥാനത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് ഈ ദേവസ്വം വിജിലൻസിൽ നിന്നും ക്ലിയറൻസ് വാങ്ങാതെ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്? എന്താണ് ഈ അഴിമതി കേസുകളിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഇത്ര താല്പര്യം? ആർക്കാണ് ഇത്ര താല്പര്യം? എന്തൊക്കെ ചട്ടങ്ങളാണ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത്? പ്രശാന്ത്. അശ്വതി, ചട്ടങ്ങൾ കാറ്റിപ്പുറത്തിയാണ് ഇപ്പോൾ നിയമനം നടത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയി പോലീസുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിൽ വിവാദങ്ങൾ വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ OG ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു അത് കൊണ്ടുപോയത്. അതിനുശേഷം വലിയ രീതിയിൽ അത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരവധി കേസുകൾ ഈ ബിജുവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ വീണ്ടും ശബരിമല എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ ചട്ടങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് നിയമിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേസന്വേഷണം നേരിടുമ്പോൾ അതിൽ വിജിലൻസ് ദേവസ്വം വിജിലൻസിന്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ അത്തരം ക്ലിയറൻസ് ഒന്നും വാങ്ങാതെയാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഏതായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ PS പ്രശാന്തിന്റെ കാലത്താണ്, ദേവസ്വം പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ് ഈ ക്രമക്കേടുകൾ പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഉള്ള ക്രമക്കേടുകളടക്കം പുറത്തു വരുന്ന ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കൂടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ ബിജു നേതൃത്വത്തിൽ ഇത്തരത്തിൽ OG ബിജുവിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണപ്പാളികളടക്കം കൊണ്ടുപോവുകയും അത് ദുരൂഹമായി തുടരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ വീണ്ടും എക്സിക്യൂട്ടീവ് ഓഫീസറായി ശബരിമലയെ തന്നെ നിയമിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ ഈ രീതിയിലേക്ക് നിയമനം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അശ്വതി. ശരി പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും നിരവധി അഴിമതി കേസുകളിൽ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി തുടർ നിയമനം നൽകാൻ കഴിയുന്നത്? ഉത്തരം പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. എന്താണ് ഈ ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ സംരക്ഷിച്ചു നിർത്താൻ ഇവർക്കൊരു താല്പര്യം? അതും നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രശാന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.